ഹലോ നമസ്കാരം. നമ്മളൊരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരിക്കലും മുൻവിധിയോട് കൂടിയുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. കാരണം ഒരാളുടെ പാസ്റ്റ് ലൈഫിൽ എത്രയോ നെഗറ്റീവ്സ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഒരു സത്യം പറയില്ല. അല്ലെങ്കിൽ അയാൾ പറയുന്നതെല്ലാം കള്ളമാണ് എന്നൊരു മുൻവിധി ഒരു കാര്യത്തിലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാവുമ്പോൾ അതിൽ രണ്ട് ആൾക്കാരുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. അത് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ന്യായം ഉണ്ടായിരിക്കും. അത് എല്ലാ ആൾക്കാരും ഒരാളെ കുറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾക്കെതിരെ മാത്രം വീഡിയോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് രേണു സുധിയെ കുറിച്ചാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഇതേ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരുടെ ഭാഗത്തും ഇതേ രേണു സുധിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ 2 കാര്യങ്ങൾക്കാണ് രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ആ കാര്യത്തിൽ ഈ ഒരു ബിൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവർ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇവർ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ അവരുടെ തന്നെ മിസ്റ്റേക്ക് ആണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അവിടുത്തെ പ്ലാസ്റ്ററിങ്ങിന്റെ ഡാമേജ് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. വർഷം മുമ്പ് ഞാൻ എൻ്റെ സൈറ്റിൽ ചെയ്തതിന്റെ സെയിം ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു 3 മാസം കഴിയുമ്പോൾ, ഇതിന്റെ വർക്ക് കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോൾ ഈ ഒരു വീടിന്റെ അവസ്ഥ, ഏത് വീടിന്റെ അവസ്ഥയും ഈ സാധനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തുള്ളൂ. ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്ററിങ് ഡാമേജ് ആകും എന്നാണ് ഞാൻ മുമ്പും, അതായത് 2 വർഷം മുമ്പും പറഞ്ഞത്, ഈ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞത്. അപ്പം ആ ഒരു കാര്യത്തിൽ ആ ബിൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർ എന്നത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയുടെ വെക്കാം. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത്. ജിപ്സം പ്ലാസ്റ്ററിങ് ഔട്ട് സൈഡിൽ ചില സ്ഥലങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതുപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. പുറത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ് ഈ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് തെറ്റുപറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കുന്നതിനേക്കാൾ അത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു സാധനം നമ്മൾ ഔട്ട് സൈഡ് വാട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇൻസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഡാമേജസ് വരുന്ന ഒരു സാധനമാണ് ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ അത് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നതിനൊക്കെ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള, അതായത് ഫേസ്ബുക്കിൽ ഞാൻ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സാധാരണക്കാർ, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാർ വീട് വെക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിൽ പല സംശയങ്ങളൊക്കെ ചോദിക്കുന്ന അത്രയും വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയും ഈ ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, അതൊന്നിനും കൊള്ളാത്തതാണ് എന്ന രീതിയിലല്ല. നമ്മളൊരു സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മളൊരു സാധാരണ വീട് വെക്കുമ്പോൾ ഈ ഒരു സാധനം ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഷോപ്പുകളോ അങ്ങനെ ആർക്കിടെക്ചർ അപ്പിയറൻസ് ഉള്ള, അതായത് മീൻസ് നമുക്കൊരു ലോങ് ടേമിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റും. അതങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എല്ലാം ഞാൻ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം നമ്മൾ വീടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം ഓക്കെ അല്ല. അത് ഈ ഒരു കേസോടുകൂടി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവർക്കൊരു അബദ്ധം പറ്റി, അതുപോലെ അവർ ചെയ്തു വെക്കുകയും ചെയ്തു. അത് ഇവർ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പുള്ളിയുടെ വാക്കുകൾ ഇനി അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള മറ്റാൾക്കാർക്ക് സഹായമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളത്, ഈ സാധനം എന്താണ് ഏതാണെന്ന് പോലും അറിയാതെ പ്രൊമോട്ട് ചെയ്യാൻ നടക്കരുത്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്. ലാസ്റ്റ് ഞാൻ ഇതിനെതിരെ വീഡിയോ ചെയ്യാനുള്ള കാര്യവും ഒരുപാട് ആൾക്കാർ ബ്ലൈൻഡ്ലി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതെന്താണ് ഏതാണെന്ന് അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് ഒരു വീഡിയോ ചെയ്യാൻ ഓക്കെ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്നും പറയാതെ ജസ്റ്റ് എല്ലാത്തിനും നല്ലതാണ്, ഇത് കൂളിംഗ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ്സ് മാത്രം പറഞ്ഞ് ഇതേ കണക്കുള്ള നെഗറ്റീവ്സ്, അത് വീടിനകത്ത് പൊളിഞ്ഞളവും അണിയടിക്കാൻ പറ്റത്തില്ല, ഇത് എക്സ്റ്റീരിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം മഴ പെയ്ത് വെള്ളം താഴോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒലിച്ചിറങ്ങും, ഇങ്ങനെയുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. അപ്പോൾ അത് പുള്ളിക്കാരൻ അത് അഡ്മിറ്റ് ചെയ്ത് പുള്ളിയുടെ തന്നെ ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടതിൽ ഒരുപാട്
സന്തോഷമുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യമായിരുന്നു. ചോർച്ച, അത് ഞാനൊരു ചോർച്ചയെന്നല്ല, ചാറ്റിലടിക്കാൻ മീൻസ് സൈഡിൽ നിന്ന് നല്ല കാറ്റ് വരുമ്പോഴത്തേക്ക് വെള്ളം അകത്ത് കയറുന്നത് പണിഞ്ഞവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയാം. വീടിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എഞ്ചിനീയറുടെ ജോലി തന്നെയാണ്. അപ്പോൾ സൈറ്റിനനുസരിച്ചിട്ടാണ് വീടിൻ്റെ ഡിസൈൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ബിൽഡേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അവരാണോ അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ്, അതിൻ്റെ ഒരു ബൈറ്റാണ് എടുത്ത് വെച്ചത്. അപ്പം അതിപ്പം ബിൽഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവർ തന്നെ ഈ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഡിസൈനിലെ മിസ്റ്റേക്ക് അതും എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനല്ല ഡിസൈൻ ചെയ്തത്, പക്ഷേ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ആസ് എ എന്താ പറയുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഡിസൈൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് അവിടെ ചാറ്റൽ മഴ അകത്തേക്ക് കയറിയത്. അത് തീർച്ചയായിട്ടും എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനതും അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എത്ര നല്ല ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ഉണ്ടെങ്കിലും വീടിനകത്ത് വെള്ളം വീഴും എന്ന് പറയുന്നത് ആ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അത് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരത് തീർച്ച മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ലാസ്റ്റ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബ്ലൈൻഡ്ലി പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരിക്കലും അത് ക്ലയൻറ്റിൻ്റെ കുറ്റമല്ല. ഇതിപ്പം കാശ് മേടിച്ചിട്ട് ചെയ്താലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ ഇവരെ അഡ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അതിനകത്ത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എന്താണ് ലാസ്റ്റ് വീഡിയോയിൽ നിന്ന് പറയാനുള്ളൊരു കാര്യം, ഞാൻ ആ വീഡിയോ തുടങ്ങിയപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഈ രണ്ടുപേരും ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയും അതുവഴി ഫേസ്ബുക്ക് കൂട്ടായ്മയും അതുപോലെ തന്നെ അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത്, ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടി. അപ്പം അവരുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ രേണു സുധിയാൻ, അവർ ഫാമിലി, മിസ്റ്റർ തങ്കപ്പൻ, പുള്ളിയുടെ അച്ഛൻ, ഇവരെല്ലാവരും സംസാരിക്കുന്ന രീതിയാണെങ്കിലും ശരി, ഈ ഒരു കാര്യത്തിൽ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലുള്ള ഇൻ്റർവ്യൂ കൊടുപ്പ്. ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നു, അതെന്താണെന്ന് തിരക്കാതെ ഇവർ സൈഡിൽ നിന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു ക്ലാഷ് ആണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവ്യൂസും അതിൻ്റെ ഇവർ കുറ്റം പറയുന്നു, അവർ കുറ്റം പറയുന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെയല്ല ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സംസാരിച്ചാൽ തീരാവുന്ന ഒരു ഇഷ്യൂ ആണ് ഈ സോഷ്യൽ മീഡിയ ഫുള്ള് കത്തിക്കാൻ പാകത്തിനുള്ള ഒരു മാറ്ററായിട്ട് മാറിയത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ, ഒരാളുടെ ഭാഗത്ത് ഇൻ പാസ്റ്റ് അയാളുടെ ലൈഫിൽ നെഗറ്റീവ്സ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പറയുന്ന എല്ലാം കള്ളമാവണമെന്ന് നിർബന്ധമില്ല. ലാസ്റ്റ് വീഡിയോയിൽ രേണുസുധി പറഞ്ഞ രണ്ട് കാര്യം സത്യമായിരുന്നു. ഒന്ന് ചോർച്ചയുടെ കാര്യം, ചോർച്ചയല്ല, ആ ഡിസൈൻ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ചാറ്റിലടിച്ചതും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിലെ എററും. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ അവരെ ലാസ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ രണ്ട് കാര്യത്തിലും മാത്രം. ബാക്കി അവർ ചെയ്തതൊന്നും ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുത്ത ആൾക്കാരോട് കുറച്ചുകൂടെ മയമായിട്ട് സംസാരിക്കാമായിരുന്നു എന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു. പക്ഷേ അവരൊരു വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് അതെന്താ ഏതാണെന്ന് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഇവർക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രം ഒരു കൗണ്ടറായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാമായിരുന്നു. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്.